ഹദീസിന്റെ വിഷയത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ചെറിയ മുണ്ടത്തിന്റെ വിഷയം, താലം കെട്ടുന്ന വിഷയം വരെ ചർച്ച ചെയ്തു. ചെറിയ മുണ്ടത്തിന് ജമിയത്തിൽ നിന്നുണ്ട് മീറ്റിംഗിൽ നിർത്തിയിട്ട് ചെറിയ മുണ്ടം ആ വിഷയം വിശദീകരിച്ചു. അന്ന് ഈ വിഷയം എന്റെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായ ഈ വിഷയം 30 കൊല്ലങ്ങളുടെ തിരുത്തല് ചെറിയ മുണ്ടം തിരിച്ച മൊത്തം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ നിലപാടിന് പോയിനാണ്. KP മുഹമ്മദ് മൗലവിനെ തിരിച്ചാൻ കഴിയോ? അന്ന് KM ഇബ്രാഹിം മൗലവി ഉണ്ടായിരുന്നു കഴിഞ്ഞ ചർച്ചയുടെ സമയത്ത്, അദ്ദേഹത്തെ തിരിച്ചാൻ കഴിയോ? അതുപോലെ തന്നെ മുജാഹിദ് പണ്ഡിതന്മാരെ എല്ലാവരും ഇത് ശിർക്കല്ലാന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരെ ആ വിഷയം ചർച്ച ചെയ്യാനുള്ളത്. അവർ ശിർക്കാണെന്ന് വിശ്വസിച്ചാൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പോലെ ഇത് ശിർക്കാണെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷർക്കൂല, ഒരു നിമിഷത്തിന്റെ ആയിരത്തിലൊരു അംശം കൊണ്ട് അവർ തിരിച്ചാൻ ശ്രമിക്കും. തിരുത്തിയിട്ടില്ലെങ്കിൽ പുറത്തു പോകാൻ വേണ്ടി വരും. അതിന് 30 ഉണ്ടാവില്ല, 40 ഉണ്ടാവില്ല, 50 ഉണ്ടാവില്ല, അങ്ങനെ കൊല്ലങ്ങൾ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഞങ്ങളെ വാദമാണ്. ഈ വിഷയത്തിൽ കൊടുത്ത വ്യാഖ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയതിൽ ആ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു. നിങ്ങൾ പെട്ടതാണ്, നിങ്ങളെ പെടുത്തിയതാണ്. അതാണ് ഇപ്പൊ പറയുന്നത്. ആ ശേഷിയപ്പം നിങ്ങൾ പറഞ്ഞിട്ടാവും ഇതിൽ തുടണ്ടാന്ന്. നിങ്ങളെ പെടുത്തിയ ശേഷി പറഞ്ഞിട്ടുണ്ടാവും ഈ വിഷയം തുടണ്ടാന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ വിഷയം തുടണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ പെട്ടതാണ്, മുജാഹിദ് പണ്ഡിതന്മാരെ പഴയ നിലപാടുകളൊന്നും അറിയാതെ എഴുതിപ്പോയതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തണോ, അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി പ്രശ്നമാണ് മനസ്സിലാണ്. അപ്പൊ ഇപ്പൊ സംഗതി ഹക്ക് പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് ഹക്ക് മനസ്സിലായത്. ഹക്കിന്റെ അധികം പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് അത് മനസ്സിലായത്. അത് വാദം പറയും. എന്ത് ഹക്കിലാവ് വർക്കത്തോട് ചോദിച്ചാൽ ശിർക്കല്ല, അതാ വാദം. അതിന് തെളിവ് വേറെ വരണം. അപ്പൊ വാദം വേറെ, തെളിവ് വേറെ. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങൾക്ക്, അല്ലേ? അപ്പോ ഇപ്പൊ സംഗതി ഇപ്പൊ അറിയാതെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി, വാദമായി എഴുതണ്ട്, തെളിവല്ല. ദുർബല ഹദീസല്ല. ഒരാൾ വാദിക്കുമ്പോഴാ വാദം എഴുതല്. നിങ്ങളുടെ വാദമാണ് ഇവിടെ എഴുതിയത്. അവന് അണ്ടിവെറുക്കുക പറ്റവെറുക്കുക അതൊക്കെ നമ്മുടെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു അണ്ടിവെറുക്കൽ മാത്രമായി മൂപ്പർക്ക് പോ. അതിന്റെ പറയാൻ കൂടെ അതല്ല നമ്മുടെ വിഷയം. ഇപ്പൊ അണ്ടിവെറുക്കലാണോ വേണ്ടെന്നുള്ളതല്ല നമ്മുടെ ചർച്ച. പിന്നെ ജിന്നു കൂടി അത് ആർക്കാണ്, ഇതൊക്കെ അതർക്കം. അപ്പൊ സംഗതി ഇപ്പൊ ജിന്നിനെ തേടാൻ പാടില്ല എന്നുള്ളതാ. ജിന്നിനോട് തേടാൻ പാടില്ല എന്നാ. ഇത് തേടിയാൽ ശിർക്കാണ് ശിർക്കല്ലേ, ഇതാ വിഷയം. തേടിയാൽ ശിർക്കാണ് ശിർക്കല്ലേ എന്നാ. നിങ്ങൾ ശിർക്ക അല്ല എന്ന് പറയും, തെളിവ് അനുവദനീയാന്നുള്ള കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ വാദം എന്താ? ശിർക്കല്ല എന്ന് പറയും. പൊതുജനത്തോട് അതല്ലേ പറയാൻ പറ്റുള്ളൂ. തെളിവെന്താ? അനുവദനീയാണ്. എന്ത് കഷ്ടമായത്. അപ്പൊ വാദം കൃത്യമാക്കണം. പിന്നെ ഇത് തിരുത്തിയില്ല. ഒന്നാം തീയതി ഈ ഇരിക്കുന്ന ആളാണ് ഇസ്രായേൽ ഇതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിമുഖം നടത്തി. ഇയാളാ. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനു വേണ്ടി ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പൊ ഇത് തെറ്റാണ് എന്ന് ഈ ഇസ്ലാമിൽ എഴുതിയത് തെറ്റാണെന്ന് അതിന്റെ എഡിറ്റർ അടക്കം പറഞ്ഞ് അഭിമുഖം നടത്തി ഇറക്കിയതാണിത്. അപ്പോ സംഗതി മനസ്സിലാക്കണം. അപ്പോ ഇത് വല്ലാത്തൊരു കുടുക്കകൾ പിടിച്ചു പോയത്. അപ്പൊ മനസ്സിലാക്കുക. വാദം എഴുത്. നിങ്ങൾ വാദം എഴുത്. അതിന് പറയാം നമ്മുടെ ഷെയ്ഖ് പറഞ്ഞു. നമ്മുടെ ഷെയ്ഖ് നല്ല ഉഷാറാ, നിങ്ങൾ വിചാരിച്ചാവുന്നല്ല. നിങ്ങളുടെ വാദവും നിങ്ങളുടെ മുഴുവനും പറിച്ചു കീറുകയല്ലേ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെന്താ വിചാരിച്ചു? അതാ പറഞ്ഞത്. മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളെ ഷെയ്ഖിനെ പോലെ ഞങ്ങളുടെ ഷെയ്ഖാവില്ല. പോയി വരും മക്കളെന്ന് തന്നെ പറയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഷെയ്ഖിനെ പോലെ ഒരിക്കലും ഇതാവൂല. ഇത് കൃത്യം മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ ഷെയ്ഖാരാണ് ഇവിടെ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അതും കൂടെ പഠിച്ചു വെച്ചോ. അല്ല നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പുഴയിൽ വീണ ആൾ കരയിൽ ജിന്ന് വിളിച്ചാൽ ശിർക്കാവൂല എന്നുള്ള വാദം പറയുമ്പോൾ ഓന്റെ മൂട്ട് തൂങ്ങണവരല്ല ഞങ്ങള്, കേട്ടോ. അത് ഉമർ മൗലവിയുടെ വാദമാണ് പോലും. അതാണത്ര ഈ പറയുന്ന കേരളം നദത്തുൽ മുജാഹിദിന്റെ വാദം. ഈ പണ്ഡിതന്മാരുടെയൊക്കെ വാദം എന്താ നിങ്ങൾ ഈ പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കിയത്? ഉമർ മൗലവിയുടെ തീം ഇതായിരുന്നു അല്ലെ, ജീവനുള്ള ഹാദറുള്ള കാദറുള്ള ജിന്നിനോട് ജിന്നിന്റെ കഴിപ്പടെ ചോദിച്ചാൽ ശിർക്കല്ല. ഉമർ മൗലവിയുടെ തീം അല്ലേ, KPന്റെ തീം. ഇതാണ് സഹാബത്തിന്റെ തീം അല്ലേ, അതല്ലേ സഹാബത്തിന്റെ തീം. ലോകത്തെ സലഫ്. നിങ്ങൾ ഏത് സലഫിയ ഈ തീം പറഞ്ഞ? ഏത് സലഫിയുള്ളത്? സലഫേതാണുള്ളത്? ഏത് സലഫുള്ളത്? ഈ പറയുന്ന നിങ്ങൾ പറയുന്ന പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നെ വിളിച്ച ശിർക്കല്ല. മനസ്സിലേക്ക് പേടി തോന്നുന്നില്ലേ? നിങ്ങൾക്കൊരു ഭയം തോന്നില്ലേ മനസ്സിൽ? അള്ളക്ക് വേണ്ടി പറഞ്ഞു നടന്ന ആളുകൾ, അള്ളക്ക് വേണ്ടി വായിച്ചു നടന്ന ആളുകൾ അല്ലേ, പടച്ചറപ്പിന് വേണ്ടി പറഞ്ഞു നടന്ന ആളുകൾ, തൗഹീദ് പറഞ്ഞു നടന്ന ആളുകൾ ഇപ്പോൾ ഒരു ജിന്നിന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കാൻ നിങ്ങൾക്ക് പേടി തോന്നില്ലേ? ഒരു ദുർബല ഹദീസിൽ വെച്ചിട്ട്
ഒരു ദുർബല ഹദീസും കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഞാൻ വെറുതെ ഒരു രസത്തിന് പറയല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഗൗരവമാണ് വിഷയം. നിങ്ങൾ ദുർബല ഹദീസും വെച്ചിട്ട് ജിന്നിനോട് സഹായം തരുന്നത് ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുക. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ആകരുത്, ഈ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. എനിക്ക് വളരെ ചുരുക്കി ഷോർട്ടാക്കി പറയാം. എനിക്ക് കൂടുതൽ നിങ്ങൾ വൈകുന്നേരം വരെ സംസാരിച്ചിട്ട് അവസാനം ഒന്നും ആകാതെ തിരിയണ്ട. ഞാൻ വളരെ ലളിതമായി പറയട്ടെ. ഒരുപാട് ഉച്ചയിടുണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ തീമുണ്ട്. നിങ്ങൾ ഞാൻ പറയും ഹക്കൗണ്ട് ചോദിക്കാതെ പറയുമ്പോൾ മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ചില ഹക്കൗണ്ട് ചോദിക്കാൻ ശിർക്കുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നാളെ ഖുറാഫിയുടെ അടുത്ത് ക്ലിപ്പ് ഇടും, എന്ന് വെച്ചാൽ ജിന്ന് ഹക്കിജാ ബർക്കത്തോട് ചോദിച്ച ശിർക്കല്ല, എൻ്റെ അനുസ്മരുടെ വാദാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന പോലെ കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് പറയണ്ടേന്ന് പറയും. അത് പേടിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഹക്കിജാവ് ബർക്കത്തോട് ചോദിക്കണം ശിർക്കാകുന്നതുണ്ട്, വിദഗ്ധാകുന്നതുണ്ട്, ഹറാമാകുന്നതുണ്ട് കേട്ടോ. അത് വേറെ വാദമാണ്. നിങ്ങൾക്ക് തന്നെ വാദം നിങ്ങളുടെ തീം എഴുതിക്കോ. അതാ നിങ്ങളുടെ തീമെങ്കിൽ നിങ്ങൾ തീം എഴുത്. ഈ ഹദീസ് ചിലപ്പോൾ കൊണ്ടുവരും. അപ്പൊ ഈ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യും. തീം വേറെ, തെളിവ് വേറെ, തീമിലാ ചർച്ച. അതുപോലെ ഇപ്പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലായല്ലോ. ഹാജറായ ഖാദിറായ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ ശിർക്കല്ലെന്നാണ് നിങ്ങളുടെ വാദം. തീം അതിന് തെളിവ്, അതിന് ഉദാഹരണം പുഴയിൽ ഒരാൾ വീണ കരയിലെ ജിന്നിനെ വിളിച്ച ശിർക്കല്ല. തെളിവോ ദുർബല ഹദീസ്. അപ്പൊ ഇതാണ് മൂന്ന് ചേർത്തിയണോ. ഒരു തീമിന് ഉദാഹരണം, അതിന് തെളിവ്. അതായത് ഖാദിറായ ജിന്നോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ചോദിച്ച് ശിർക്കല്ല. തീം ഉദാഹരണം, പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നെ വിളിച്ചാൽ ശിർക്കല്ല. തെളിവ് ദുർബല ഹദീസ്. അപ്പൊ ഇത് നിങ്ങൾ ഗൗരവത്തെ ചിന്തിക്കണം. ഒന്ന് അപ്പോ അതെ, വിളിച്ചു തേടുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയും. അത് മഹാന്മാരോടായ ശിർക്കല്ല എന്ന് സുന്നിയുടെ വാദം. അത് നമ്മുടെ വാദം ശിർക്കാണ്. ഉദാഹരണം എന്താ? മുഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, റിഫായി ശൈഖ് ആക്കണേ എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള ഉദാഹരണം, അവർ വിളിച്ചു തരുന്ന അവർക്കൊരു ഉദാഹരണമാണ്. അവരുടെ തെളിവെന്താ? ഖുർആൻ ദുർവ്യാഖ്യാനം, ഇന്നമ വലിയക്കുള്ള ഖുർആൻ ദുർവ്യാഖ്യാനം തെളിവ്. അപ്പൊ ഇന്നമ വലിയക്കുള്ള എന്ന് പറഞ്ഞ ചർച്ചയിൽ വാദം, തീം അത് എഴുതും. ഇതുപോലെ നിങ്ങളുടെ ഇതേ രൂപത്തിലുള്ള തീമാണ്, വാദമാണ് ഖാദിറായ ജിന്നോട് സഹായം ചോദിച്ച ശിർക്കല്ല. ഉദാഹരണം, പുഴയിൽ വീണ ആള് കരയിലെ ജിന്നെ വിളിച്ച ശിർക്കല്ല. തെളിവ് യാ ഇബാദല്ലാഹ് ദുർബല ഹദീസ്. ഇപ്പൊ മനസ്സിലായോ? ഇതാ വാദം. അപ്പോ നല്ല മക്കളിൽ നിന്ന് എഴുതുക, നന്നായിട്ട് എഴുതുക, എന്നിട്ട് വാദപ്രയോഗം നടത്തുക. മടവൂരായിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്നില്ല, അൽഹംദുലില്ലാ നല്ല ഒരു കരാർ കേട്ടോ. അപ്പോ ഫൈസൽ ഇന്നലെ മടവൂര് വിളിച്ചു. നമ്മൾ മടവൂരായിട്ട് ലിങ്കിൽ, നിങ്ങൾക്ക് മടവൂരായിട്ട് ഭയങ്കര ലിങ്കാ, നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാ. കാരണം ഇദ്ദേഹം ഇന്നലെ ഞങ്ങളിവിടെ വാദപ്രയോഗത്തിൽ കരാർ ഇരിക്കുമ്പോ നസ്സാഫിനെ വിളിക്കണം ഇദ്ദേഹം, മടവൂരി നേതാവിനെ മൂപ്പര് വിളിക്കണേ. എന്തായെന്ന് അറിയാനേ, ഞങ്ങളുടെ വീട്ടിലെ മൂപ്പർക്ക് അറിയാം. നിങ്ങൾ മടവൂരായിട്ട് ഭയങ്കര ലിങ്കാണ്. പിന്നെ മൂപ്പർ 2 കൊല്ലോ 3 കൊല്ലോ KKP എന്ന ചാരനുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ മടവൂരായിട്ട് നല്ല ലിങ്കാണ് ഇന്നലെ എനിക്ക് മനസ്സിലായി. അപ്പോ അവരുമായിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ അടുക്കത്തെ നല്ലൊരു സംവാദം നമ്മൾ നടത്തുന്നുണ്ട് ഫെബ്രുവരി 2-ാം തീയതി അൽഹംദുലില്ലാ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് മടവൂരികളെ ഒതുക്കണം. മാത്രമല്ല ഈ പിഴച്ച വാദം നിങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോരുത്. ഈ പിഴച്ച വാദവുമായി കടന്നു വന്ന ഈ വാദവും കൃത്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് വ്യവസ്ഥാപിതമായി ചർച്ച ചെയ്യണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ തീം എഴുതണം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉദാഹരണം അടക്കം തീം എഴുതി അതിന്റെ തെളിവ് നിങ്ങൾ വാദപ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.